നമസ്കാരം. അവർ ഗസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി ശ്രീ ഷോബിൻ കണ്ണങ്ങാട്ട്. മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ ഒരുപാട് കവികളെ നമ്മൾ പരിചയപ്പെടുന്നു. സിനിമാ ചരിത്രം പരിശോധിച്ചാൽ അഭയദേവ്, തിരുനയിനാർ കുറിച്ചി, വയലാർ രാമവർമ്മ, ONV, ഇങ്ങോട്ട് ഷിബു ചക്രവർത്തി, അങ്ങനെ ഒരുപാട് കവികൾ. എന്നാൽ പുതിയ തലമുറയിൽ അതീവ ശ്രദ്ധേയനായ ഒരു ഗാനരചയിതാവിനെ നമ്മൾ പരിചയപ്പെടുകയാണ്. അത് നമ്മുടെ കൊച്ചിക്ക് അഭിമാനമായ, കൊച്ചിയുടെ സ്വന്തമായ ശ്രീ ഷോബിൻ കണ്ണങ്ങാട്ട്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഷോബിൻ ഇപ്പം ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാ ചാനലുകളിലും ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചിൻ ചാനൽ ഇപ്പോൾ ഏകദേശം എല്ലാ വീടുകളിലും തന്നെ കൊച്ചിൻ ചാനലുണ്ട്. അപ്പോൾ ഷോബിൻ ഓരോ വീടാന്തരം ഇപ്പോൾ സംസാര വിഷയമാണ്. ഷോബിൻ്റെ 101 ചോദ്യങ്ങൾ എന്ന ചിത്രം നല്ലൊരു അഡ്വർടൈസ് അതിന് കിട്ടിയായിരുന്നു. അതിലേറെ അഭിമാനം. കൊച്ചിയിൽ എൻ്റെ ഒരു അന്വേഷണത്തിൽ പള്ളുരുത്തി മുതൽ ഇടക്കൊച്ചി വരെ അത്തരം ഒരു പരിധിയിൽ നിന്നുകൊണ്ട് സിനിമാ രംഗത്തേക്ക് കടന്നു വന്നൊരു ഗാനരചയിതാവ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടും അഭിമാനിക്കാവുന്ന ഒരു സാധ്യതയാണ് ഷോബിനെ സംബന്ധിച്ചിടത്തോളം കൊച്ചി നിവാസികൾക്കുള്ളത്. അപ്പോൾ എല്ലാവിധ അഭിനന്ദനങ്ങളും ആദ്യമേ തന്നെ ഷോബിന് നേരുകയാണ്. തന്നെയല്ല, ഈ പാട്ടും എനിക്ക് കേൾക്കാൻ ഇടയായി. 101 ചോദ്യങ്ങളിലെ അർജുന മാസ്റ്റർ സംഗീതത്തിലുള്ളത്. ആ വിഷയത്തിലേക്കൊക്കെ നമുക്ക് വരുന്നതിന് മുമ്പ് ഷോബിൻ്റെ കുടുംബ പശ്ചാത്തലവും കുടുംബാംഗങ്ങളെ എല്ലാം ഒന്ന് പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തണം. തീർച്ചയായിട്ടും. എൻ്റെ വീട് ഇടക്കൊച്ചി പാമ്പായിമല കണ്ണങ്ങാട്ട് എന്ന സ്ഥലത്താണ്. വീട്ടിൽ ഇപ്പോൾ അമ്മ, 2 ജ്യേഷ്ഠന്മാർ, അവർ രണ്ടുപേരും വിവാഹം കഴിച്ച് 2 ഏട്ടത്തിമാരുണ്ട്. അച്ഛൻ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിലായിരുന്നു. 99 മരിച്ചു. അങ്ങനെ ഇപ്പോൾ കൂടുതലും വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് എനിക്ക് പ്രോത്സാഹനം ആദ്യകാലം മുതൽക്കേ ഉണ്ട്. അമ്മയുടെ പേര് ഷൈല എന്നാണ്. അതുപോലെ തന്നെ മൂത്ത ജ്യേഷ്ഠൻ്റെ പേര് സുബീഷ് എന്നാണ്. ജ്യേഷ്ഠൻ വിവാഹം കഴിച്ച ഏടത്തിയുടെ പേര് സൗമ്യ എന്നാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ ഷൈൻ, ചേച്ചിയുടെ പേര് ഷൈജി. അവർക്ക് 2 മക്കളുണ്ട്. മൂത്തയാൾ അധിരഥ്, ആൺകുട്ടിയാണ്. രണ്ടാമത്തെ ആൾ പെൺകുട്ടി, ആരാധ്യ എന്നാണ് പേര്. എനിക്ക് കൂടുതലും അച്ഛൻ്റെ പേര് സുകുമാരൻ എന്നാണ്. എനിക്ക് കൂടുതലും എൻ്റെ ചേട്ടന്മാർ അതുപോലെ തന്നെ ഏടത്തിമാരൊക്കെ വളരെയധികം സപ്പോർട്ടുണ്ട്. അമ്മയും അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ ഷൈൻ, അതുപോലെ തന്നെ എൻ്റെ ഏടത്തി ഷൈൻ ചേട്ടൻ്റെ വൈഫ് ഷൈ ചേച്ചി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവൻ്റെ മൂത്തവൻ ഇപ്പോൾ അതിരഥ്, അവനിപ്പോൾ കലാമേഖലയിലൊക്കെ ഒരുപാട് ശ്രദ്ധ ചെലുത്തുകയും അതിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നുള്ളൊരാഗ്രഹം ഉള്ള ഒരാളാണ്. ചെറുതായിട്ടൊക്കെ പാടും, താളബോധമൊക്കെ ഉണ്ട്. നല്ല കാര്യം. അപ്പോൾ കുടുംബവിശേഷങ്ങളൊക്കെ പ്രേക്ഷകർക്ക് ലഭിച്ചു. ഇനിയും ഷോബിനെ സംബന്ധിച്ചിടത്തോളം ഈ കാവ്യപരമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ് ഉണ്ടായത്? ഗാനരചന, അതിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കാം. കാരണം പല മേഖലയുണ്ട്. ഇത് മാത്രം തേടിയെത്താനായിട്ടുള്ള ഒരു വികാരം എന്തായിരുന്നു? എന്താണ്? എനിക്ക് ചെറുപ്പം മുതൽ തന്നെ കവിതകളും ഗാനങ്ങളോടൊക്കെ വളരെ താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഗാനങ്ങളോടാണ്. സംഗീതം ചെയ്തു വരുന്ന വരികൾ കേൾക്കാൻ എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് കൂടുതൽ എൻ്റെ മനസ്സിൽ സ്വാധീനിച്ചിട്ടുള്ളത് P. ഭാസ്കരൻ മാഷിൻ്റെ ഗാനങ്ങളാണ്. സത്യത്തിൽ എന്നെ ഈ മേഖലയിലേക്ക് എത്തിച്ചതും ഭാസ്കരൻ മാഷിൻ്റെ മാധുര്യമേറുന്ന വരികളും ഒരുപാട് ചെറിയ ലോകത്ത് വലിയൊരു ലോകം സൃഷ്ടിക്കുന്ന ഒരു അനുഭൂതിയാണ് മാഷ്. തീർച്ചയായിട്ടും നമ്മുടെ മലയാള മണ്ണിൻ്റെ ഒരു ഗന്ധം ആ വരികളിൽ നമുക്ക് കാണാൻ പറ്റും. മാഷിൻ്റെ ഏത് പാട്ടെടുത്താലും, മാമരകൾക്കപ്പുറത്ത് മരുതൊക്കെ പട്ടുകൊടുത്ത്, അതുപോലെ തന്നെ ചേട്ടൻ സൂചിപ്പിച്ച പോലെ നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാടിയിടങ്ങഴി മണ്ണുണ്ട്. അങ്ങനെ ഏതൊരു ഗാനം എടുത്താലും നമുക്ക് ഈ പറഞ്ഞ ഈ മലയാളിത്വം അല്ലെങ്കിൽ മലയാള മണ്ണിൻ്റെ ഒരു ഗന്ധം നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും. അപ്പോൾ അന്ന് ആ കാലയളവിൽ ഇപ്പം ഭാസ്കര മാഷിൻ്റെ ഒപ്പം തന്നെയുള്ള ആളുകളാണ് വയലാർ രാമവർമ്മയും ONVയും അഭയദേവ് അടങ്ങുന്ന ഞാൻ പറഞ്ഞ ആളുകളൊക്കെ. അപ്പോൾ അവരിലെല്ലാം വ്യത്യസ്തത എങ്ങനെയാണ്? ഷോബിൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവർക്കെല്ലാം ഓരോ പാറ്റേണുകളുണ്ട്, ഓരോ വ്യത്യസ്തതകളുണ്ട്. അപ്പോൾ അത് ഈ ഭാസ്കര മാഷിനെ നമ്മളിപ്പോൾ പറഞ്ഞു മണ്ണിൻ്റെ ഗന്ധം, വയലാറിൻ്റെ ഗാനങ്ങൾക്കും അതുപോലെ അങ്ങനെ ഒരു വ്യത്യസ്തത ഏതൊക്കെ രീതിയിൽ കാണുന്നു ഷോബിനൊരു യുവ എഴുത്തുകാരൻ എന്ന നിലയിൽ? ഭാസ്കർ മാഷിൻ്റെ ഗാനങ്ങൾ ഞാൻ കൂടുതലും എനിക്ക് അങ്ങനെ ഒരു ശ്രദ്ധ വരാൻ കാരണം കൂടുതലും അദ്ദേഹം നമ്മുടെ ഭാഷയിൽ തന്നെ അത് മലയാള ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും
അതിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് കൂടുതൽ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത്. ഇപ്പം നാഴിയൊരു പാല് കൊണ്ട് നാടക കല്യാണം, അങ്ങനെയുള്ള ഭാവനകൾ കൂടുതലും എനിക്ക് മാഷിൻ്റെ വരികളിലാണ് എനിക്ക് മറ്റുള്ളവരിലുണ്ട് കേട്ടോ. അപ്പോൾ വയലാർ രാമവർമ്മയുടെ ഗാനങ്ങളിലും ONV സാറിൻ്റെ ഗാനങ്ങളിലും അഭയദേവിൻ്റെ ഗാനങ്ങളിലും എല്ലാം ഈ പറഞ്ഞ ഇതുണ്ടെങ്കിലും ഓരോരുത്തർക്ക് ഇപ്പോൾ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു ഇഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം എനിക്ക് തോന്നിയേക്കുന്നത് ഭാസ്കർ മാഷിൻ്റെ ഗാനങ്ങളിൽ എനിക്ക് വ്യക്തിപരമായിട്ടൊരു എന്തോ ഒരു അടുപ്പം, ഒരു 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 സ്നേഹം അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതെ, അത്തരത്തിലുള്ള ഈ ചിത്രങ്ങൾ കാണാനുള്ള ശ്രമമാണ് നടത്തിയത്, അല്ലെങ്കിൽ ഇവരുടെ പാട്ടുകൾ മാത്രം കേൾക്കാനുള്ള ശ്രമമാണ് നടത്തിയത്? കൂടുതലും ഞാൻ ചിത്രങ്ങളും കാണാറുണ്ട്, അതുപോലെ തന്നെ ഗാനങ്ങളാണ് ഞാൻ കൂടുതലും കേൾക്കുന്നത്. അതുപോലെ തന്നെ ഭാസ്കർ മാഷിൻ്റെ നീലക്കുയിൽ, ഭാർഗവി നിലയം, നായർ പിടിച്ച പുലിവാല്, ഇത്തരം സിനിമകളൊക്കെ ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം ഇപ്പോഴും ഈ അടുത്ത് കൂടി ഞാൻ ഭാർഗവി നിലയം ഇരുന്ന് കണ്ടാണ്. അത് കാരണം ബഷീറിൻ്റെ തിരക്കഥയാണ്. അത് നമ്മുടെ നീല വെളിച്ചം എന്ന മൂലകൃതിയിൽ നിന്ന്, അതും ബഷീറിൻ്റെ തന്നെ കൃതിയാണ്. അതിൽ നിന്നും അതിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ്, ഒരു അനുകൽപ്പനമാണ് പറഞ്ഞ ഭാർഗവി നിലയം. അതിലെ ഗാനങ്ങൾ എഴുതിയേക്കുന്നത് ഭാസ്കർ മാഷാണ്. അതിലൂടെയാണ് നമ്മുടെ MS ബാബുരാജ് എന്ന് പറയുന്ന സംഗീത സംവിധായകൻ ജനങ്ങളുടെ ജനപ്രിയനാവുന്നത്. തീർച്ചയായിട്ടും അതിലെ താമസം എന്തേ എന്നുള്ളൊരു ഗാനത്തെക്കുറിച്ച്, അതിൻ്റെ കമ്പോസിങ്ങിൻ്റെ ഇത് എനിക്ക് നമ്മുടെ MT വാസുദേവൻ നായർ സാറ് ഒരു അനുഭവം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം പറയണോ? അദ്ദേഹം ചെന്നൈയിൽ ഇതിൻ്റെ കമ്പോസിങ് വേളയിലുണ്ടായിരുന്നു. അപ്പോൾ ഭാസ്കർ മാഷ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടാണ് 1-2 കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകാൻ ഒരുങ്ങിയപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ കട്ടിലിരുന്ന് ഹാർമോണിയം പെട്ടിയും വെച്ചിട്ട് നമ്മുടെ MS ബാബുരാജ് ഇങ്ങനെ ഈ പാട്ട്, ഈ ഭാസ്കർ മാഷ് എഴുതി കൊടുത്തിട്ടുള്ള താമസം എന്തേ എന്നുള്ള ഗാനം, ആ കവിത വെച്ചിട്ട് ഇങ്ങനെ ചിട്ടപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, സംഗീതം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ MT വാസുദേവൻ നായർ സാറ് ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ കൂടുതൽ ശ്രദ്ധയൊന്നും കൊടുക്കുന്നില്ല, ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബാബുരാജ് എന്ന് പറയുന്ന വ്യക്തി അന്ന് കൂടുതലും അങ്ങനെ ഒരു വലിയൊരു ശ്രദ്ധയിലേക്ക്, അങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് വലിയൊരു അങ്ങനെ അധികം ഒരു പോപ്പുലാരിറ്റി അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഓരോരോ ട്യൂണിങ് ഇങ്ങനെ ഇട്ടിട്ട് അവസാനം ഈ താമസം വന്ന് ഇപ്പം നമ്മൾ ഈ നിലവിൽ ഇപ്പോൾ നമ്മൾ ഇന്ന് കേൾക്കുന്ന ആ ഒരു ടൂണിലേക്ക് ഇങ്ങനെ എത്തി വരികയാണ്. അപ്പോൾ അതിങ്ങനെ ആവർത്തിച്ച് പാടുന്നു. അത് ഇടയ്ക്ക് ഇങ്ങനെ ഈ MTയുടെ ചെവിയിൽ എത്തുകയും അദ്ദേഹം ഇടയ്ക്ക് ശ്രദ്ധിക്കുകയും പിന്നെ അദ്ദേഹം നോവൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ശ്രദ്ധയിലേക്ക് പോവുകയും അങ്ങനെ ഇരിക്കുന്നു. പിന്നീട് അന്ന് രാത്രി അദ്ദേഹത്തിന് തിരിച്ച് പട്ടാമ്പിയിലേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഈ MT സാറിന്. അപ്പോൾ അദ്ദേഹം ട്രെയിനിൽ കയറി ഇങ്ങനെ ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ, അതായത് ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അന്ന് രാത്രിയാണ് യാത്ര. അദ്ദേഹം ഉറങ്ങാൻ കിടക്കുന്നുണ്ട്. പുള്ളിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ഗാനം, ഈ ട്യൂണ് വല്ലാതെ അലയടിച്ച് വരികയാണ്, വല്ലാതെ വേട്ടയാടുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത്രയധികം സ്വാധീനിച്ചിട്ടുള്ള, ഇത്രയധികം വേട്ടയാടിയിട്ടുള്ള ഒരു ഗാനവും മറ്റും ഉണ്ടായിട്ടില്ല. അത് താമസം എന്തേ എന്നുള്ള ഗാനമാണ്. അന്ന് ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹം വിധി എഴുതി ഈ ഗാനം ഈ വളരെ കാലത്തെ അതിജീവിക്കുന്ന ഒരു ഗാനമായിട്ട് തന്നെ എന്നും നിലനിൽക്കും. സത്യമാണ്. ഇന്നും നമ്മൾ ഏത് തലമുറ വന്നാലും അത് ഇന്നും അത് അതെ തീർച്ചയായിട്ടും അതൊരു ഹിന്ദുസ്ഥാനി ടച്ച് വരുന്ന അതൊരു വളരെ ഒരു ഗസൽ മൂഡ് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള, അത് വളരെ അതിൻ്റെ ഒരു സാഹിത്യമാണെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് താമസം വരുവാൻ പ്രാണസഖി, അങ്ങനെ ആ ഗാനം ഇന്നും അലയടിച്ചുകൊണ്ട് നമ്മുടെ മലയാള മണ്ണിൽ ഇന്നും വീശിക്കൊണ്ടിരിക്കുന്നു. അതായത് ഒരു ഭാസ്കർ മാഷും ബാബുരാജ്. അതെ അതെ. അയ്യോ, ആ കൂട്ടുകെട്ടിൽ നിന്ന് എത്ര പാട്ട്. പ്രാണസഖി, ഞാൻ വെറും ഒരു പാമരനാം പാട്ടുകാരൻ, എൻ്റെ ഇഷ്ടഗാനങ്ങൾ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗാനങ്ങൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ അതിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും 1ാം സ്ഥാനം തന്നെ ഞാൻ പ്രാണസഖി എന്നുള്ള ഗാനം കൊടുക്കാറുണ്ട്. വെറും ഒരു പാമരനാം പാട്ടുകാരൻ, അതുകൊണ്ട് ആ അനുപല്ലവിക്ക് വളരെ മനോഹരമായിട്ടാണ്. എങ്കിലും എന്നെ ഓമലാൾക്ക് താമസിക്കാൻ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാൻ ഉയർത്തും, മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം. അങ്ങനെ വളരെ മനോഹരമാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആ ഒരു മാധുര്യം നിറഞ്ഞു തുളുമ്പിപ്പോവും ആ ഗാനങ്ങൾ, അദ്ദേഹത്തിന്റെ വരികൾ കേൾക്കുമ്പോൾ. അത് മൂളാത്ത മലയാളി സിനിമാ പ്രേക്ഷകർ കാണില്ല, ആ തലമുറയിൽ കണ്ടവരും. പിന്നെ ഒരു അടിപൊളി ട്രെൻഡിന്റെ വികാരമായിട്ട് നടക്കുന്ന കുറെ പേരുണ്ട്. പക്ഷെ അവരും ഒക്കെ ഇത് ആർദ്രമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു പാട്ടാണ്. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോ അതിന് ഉദാഹരണം തന്നെയല്ലേ അല്ലിയാമ്പൽ കടവിൽ നരയ്ക്ക് വെള്ളം. അത് ഇന്നിപ്പോ വീണ്ടും അത് ദാസേട്ടൻ പാടുകയുണ്ടായി.
ജോബ് മാസ്റ്ററിന്റെ ജോ മാഷിൻ്റെ അത് പഴയ ഗാനങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു മാറ്റമുണ്ട് തീർച്ചയായിട്ടും. അർജുന മാഷിൻ്റെ തന്നെ കസ്തൂരി മണക്കുന്നല്ലോ, അത് ഇന്നത്തെ തലമുറ പോലും പാടിക്കൊണ്ട് നടക്കുന്ന അവരുടെ മൊബൈലിലും അവരുടെ റിംഗ് ടൂണായിട്ടും ഡയൽ ടൂണായിട്ടൊക്കെ ഇങ്ങനെ നമുക്ക് ഇപ്പോഴും കേൾക്കുന്നതാണ്. അത് തീർച്ചയായിട്ടും ആ ഒരു സിനിമയിലൂടെ വീണ്ടും അത് വന്നു വന്നു അത് തീർച്ചയായിട്ടും അത് മാഷ് തന്നെ അതിൻ്റെ മാഷിന്റെ ട്യൂൺ തന്നെയാണ്, ഓർക്കസ്ട്രേഷനും അത് തന്നെയാണ്. ദാസേട്ടൻ 36 വർഷങ്ങളാണെന്ന് തോന്നുന്നു, 36 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പാടി. വലിയൊരു വ്യത്യാസമൊന്നും ആ ശബ്ദത്തിന് തോന്നിയിട്ടില്ല. വളരെ മനോഹരമായിട്ട് തന്നെ പാടിയിട്ടുണ്ട് മാഷ് എത്രയോ തലമുറകളിൽ നമ്മുടെയൊക്കെ ഒരു അച്ഛൻ്റെയൊക്കെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ മാഷിൻ്റെ ഗാനങ്ങളാണ് അവരൊക്കെ കേട്ട് ആവർത്തിച്ച് പാടുകയും ഇന്നും ഇപ്പോൾ അവരുടെയൊക്കെ മക്കളായിട്ടുള്ള ഞങ്ങളെപ്പോലെയുള്ള ഈ യുവതലമുറകളും ഇന്നും അർജുന മാഷിൻ്റെ പോലെയുള്ള മഹാപ്രതിഭകളുടെ ഗാനങ്ങൾ ഇന്നും പാടിക്കൊണ്ടിരിക്കുന്നു, ഇനിയും പാടിക്കൊണ്ടിരിക്കും. വേറൊന്ന് ചോദിച്ചോളൂ ഷോബിൻ. ഷോബിൻ ഇപ്പൊ ഈ ഒരു നല്ല തലത്തിലേക്ക് ഉയർന്നുകൊണ്ട് ഒരുപാട് സാധ്യതകളും കാര്യങ്ങളും ആയിട്ട് നിൽക്കുന്ന ഒരു പൊസിഷനാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിപ്പോ കോളേജ് പഠന കാലയളവിലാണെങ്കിലും എഴുതിയിട്ടുള്ള ഒരു എഴുതാൻ വേണ്ടുന്നൊരു പ്രചോദനം ഉണ്ടാവുമല്ലോ. അപ്പൊ അത്തരത്തിൽ എഴുതിയ ഏതെങ്കിലും കവിതകളോ കാര്യങ്ങളോ എന്തായിരുന്നു അത് ആദ്യം തുടക്കം കുറിച്ചത്? കവിത തന്നെയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് എഴുതാൻ തുടങ്ങുന്നത് കൂടുതലും ഞാനൊരു ശ്രീകൃഷ്ണ ഭക്തനാണ്. അപ്പോൾ ഭഗവാനെ കുറിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കവിതകളും ഗാനങ്ങളൊക്കെ എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനൊരു കുറച്ചും കൂടി ഗൗരവത്തോടു കൂടി ഇതിനെ സമീപിക്കുന്ന സമയത്ത് ഞാൻ അർജുന മാഷിനെ ഒരു ദിവസം ഞാൻ മാഷിൻ്റെ അടുത്ത് പോവുകയുണ്ടായിരുന്നു. മാഷിനെ കവിതകളൊക്കെ കാണിച്ചിരുന്നു. മാഷ് വളരെ മാഷ് അപ്പോൾ ഏതൊരു പാട്ടിന് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയായിരുന്നു. സാധാരണ അങ്ങനെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അങ്ങനെ എല്ലാവരും അങ്ങനെ ആ രീതിയിൽ കാണണമെന്നില്ല. പക്ഷേ എന്നെ വളരെ നല്ല രീതിയിൽ സ്വീകരിച്ചിരുത്തുകയും അതിനെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ കേൾക്കുകയും ക്ഷമയോടുകൂടി നമ്മൾ എഴുതിയ കവിതകൾ വായിച്ചു നോക്കുകയും അതിനൊരു അഭിപ്രായം പറയുകയും മാഷിൻ്റെ അഭിപ്രായം അനുസരിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്നും മുതൽ ഓരോരോ നീക്കങ്ങൾ നടത്തിയത്. അത് തീർച്ചയായിട്ടും എനിക്ക് അർജുന മാഷിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് പുതിയ പടത്തിൽ ഗുരുവായൂരപ്പ സ്തുതികളെ കുറിച്ച് ഏതെങ്കിലും ലൈൻ ഓർക്കുന്നുണ്ടോ? അർജുന മാഷ് തന്നെ ആരഭി രാഗത്തിൽ കമ്പോസ് ചെയ്തിട്ടുള്ള കണ്ണനെ തേടുമീ കണ്ണുകളിൽ കാളിന്തി ഇന്നും ഒഴുകിയിടുന്നു, കാറോളി വർണ്ണം നിറയാൻ ഹൃദയം, പാഴ്മുകിലായി ഇന്നും അലയുന്നു, ഒരു പാഴ്മുളം തണ്ടായി പാടുന്നു. അതാണ് ഞാൻ എഴുതിയാണ്. ഇത് പല്ലവൻ. ഇത് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ 2005 ഗുരുവായൂർ അമ്പലത്തിൽ അവിടെ 21 ദിവസം താമസിച്ച് തൊഴുത് അങ്ങനെ ആ ഒരു ഭഗവാന്റെ ചൈതന്യത്തിൽ നിന്ന് ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഞാൻ എഴുതിയ ഗാനമാണത്. എനിക്ക് വളരെ നാളത്തെ ഒരു ആഗ്രഹമാണ് അവിടെ കുറച്ച് ദിവസം താമസിച്ച് ഭഗവാന്റെ അടുത്ത് നിന്ന് നിർമ്മാലിയൊക്കെ തൊഴണമെന്ന്. അപ്പോൾ എനിക്ക് 2005 അങ്ങനെ ഒരു വെക്കേഷൻ സമയമായിരുന്നു, ഏപ്രിൽ മാസമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് ദിവസം നിന്ന് അവിടെ താമസിച്ചു എഴുതിയ അന്ന് ഒരു 8-9 ഗാനങ്ങൾ അവിടെ വെച്ച് എഴുതി. അത് പിന്നീട് ജോണി സാഗരികയുടെ ബാനറിൽ അർജുന മാഷ് തന്നെ എല്ലാ പാട്ടുകളും കമ്പോസ് ചെയ്തു. നമ്മുടെ ഉണ്ണിമേനോൻ, നമ്മുടെ പ്രിയങ്കരനായ ഗായകൻ, മലയാളത്തിൻ്റെ സ്വന്തം ഗായകൻ, മലയാളത്തിന് മാത്രമല്ല തമിഴിൻ്റെ എ റഹ്മാൻ്റെ ഒരുപാട് ഗാനങ്ങൾ അത് പാടിയാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ സംരംഭം തന്നെ അർജുന മാഷിൻ്റെ വർക്കാന്ന് തോന്നുന്നു, നിർമാല്യം ആണെന്ന് തോന്നുന്നു. 82 കാലഘട്ടത്തിൽ അർജുന മാഷാണ് എനിക്ക് തോന്നുന്നു ആദ്യം അവസരം കൊടുക്കുന്നത് തോന്നുന്നു അദ്ദേഹത്തിന് ഈ ആൽബം മേഖലയിൽ. പല്ലവി പരമേശ്വരൻ എന്ന് പറയുന്ന ചേട്ടനാണെന്ന് തോന്നുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ അങ്ങനെ അദ്ദേഹം പാടി 9 ഗാനങ്ങൾ. അത് നാരായണ ജയ എന്ന് പറയുന്ന ജോണി സാഗരികയുടെ ബാനറിൽ ഇറങ്ങിയിട്ടുള്ള നാരായണ ജയ എന്ന ആൽബമാണ്. അത് ഇറങ്ങി എല്ലാ മാർക്കറ്റിലും എല്ലാ ഷോപ്പിലും ഉണ്ട്. അത് നാരായണ ജയ എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ ഷോപ്പിന്റെ ഇപ്പൊ ഒരു റൈറ്റിംഗ് ലെവലിൽ ഇപ്പൊ ഒരുപാട് മാഗസീൻസുകളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിൽ അതിലൊക്കെ പ്രിന്റ് ചെയ്ത് വരേണ്ട സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഞാൻ അങ്ങനെ അധികം അങ്ങനെ അയച്ചു കൊടുത്തിട്ടില്ല. അയച്ചു കൊടുത്തതിലൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് കൂടുതലും ഗാനങ്ങൾ എഴുതാനാണ് താല്പര്യം. അപ്പോൾ അത് അങ്ങനെ ആ ഒരു മേഖലയിൽ ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സംഗീതം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ സംഗീതമയമുള്ള സംഗീതം ജീവിക്കുന്ന വാക്കുകൾ കൊണ്ട് ഇത്തരത്തിലുള്ള ഗാനങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളൊരു ഈ പഴയ ഇപ്പം നമ്മൾ ആത്മസത്യമുള്ള ഗാനങ്ങളെ കുറിച്ച് പറഞ്ഞായിരുന്നു. കാരണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഭാസ്കര മാഷ്